ചൂടുകാലമാണ്. വളരെ ടേസ്റ്റിയും വളരെ കളർഫുള്ളും ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ജെല്ലി ഉപയോഗിച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 400 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഈ ജെല്ലി പൗഡർ വാങ്ങാൻ കിട്ടുന്നതാണ് കടകളിൽ. അതിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ട്രോബെറി ജെല്ലി, റാസ്ബെറി ജെല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ജെല്ലി പല കളറിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു പാത്രത്തിൽ 400 ml വെള്ളം ഒഴിച്ചു കൊടുത്തതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പൗഡർ അതിലേക്ക് കട്ട് ചെയ്തിട്ട് പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പൗഡറൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് തണുക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി വരും. ഇനി നിങ്ങൾക്ക് ഇത്രയും ജെല്ലി ആവശ്യമില്ലെങ്കിൽ ഇത്രയും പൗഡർ ഉപയോഗിക്കേണ്ട, പകുതി ഉപയോഗിച്ചിട്ട് ബാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ജെല്ലി തയ്യാറാക്കി ജെല്ലി ബാക്കി വരുവാണെങ്കിൽ ബോട്ടിലിൽ ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പം ഞാനിതെല്ലാം ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജെല്ലി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഞാനിത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു പാലാണ് വേണ്ടത്. ഒരു പാക്കറ്റ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഇത്. നമുക്ക് 500 ml പാക്കറ്റാണ്. നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിതിലേക്ക് കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ പീസായിട്ടുള്ള കൽക്കണ്ടമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയ കൽക്കണ്ട വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ജെല്ലിക്കൊക്കെ കുറച്ച് മധുരം ഉള്ളതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് ആവശ്യാനുസരണം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കൽക്കണ്ട കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി കസ്റ്റർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിന് പകരം പാലൊഴിച്ചും അതായത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് തിളപ്പിച്ച് ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാലിപ്പോൾ നല്ല പിങ്ക് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് പിങ്ക് കളർ. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടത്തോടെ അവർ കഴിക്കും. ഒരു ചൂടുകാലമാണ്. എല്ലാവരും ഇതേ രീതിയിലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഞാനിപ്പോൾ ഒരു കപ്പ് സാബു എടുത്തിട്ടുണ്ട്. നമ്മുടെ സാബുദാണ അതൊന്ന് ഒരു 2 മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചിരുന്നതാണ്. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന സാബുദാണ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ആ കുതിർന്നത് കൊണ്ട് തന്നെ എല്ലാം ഇത് പൊങ്ങി മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ കുതിർത്ത് തയ്യാറാക്കുന്നതാണ് എളുപ്പം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒഴിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പം കുറച്ച് വൈറ്റ് കളർ കാണുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ് വാട്ടർ അല്ല, സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയി നമുക്ക് കിട്ടും. ഈസിയാണ്. പായസമൊക്കെ തയ്യാറാക്കുമ്പോഴും ഇങ്ങനെ വേവിച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ചിലപ്പം പഞ്ചസാര നമ്മൾ മധുരം ചേർക്കുമ്പോൾ ഇത് കട്ടിക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അല്ലാതെ വേവിക്കാതെയും കുതിർക്കാതെയൊക്കെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഞാനിപ്പം ട്രാൻസ്പെറൻ്റ് ആക്കി എടുത്തു വെച്ചിരിക്കുന്ന സാബുദാണ ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാല്
ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടായ പാലൊന്ന് നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊന്ന് മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചൊരു തിക്കായി വരും, അല്ലെങ്കിൽ ഒരു പാടയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. ഇത് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും വിസ്കോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിത് മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പതഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. വളരെ നല്ല ആ സ്ട്രോബെറിയുടെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്, നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. സാഗോ നമ്മളെടുത്ത് വെച്ചിരുന്നത് ഒന്ന് തണുത്തതാണ്, ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുതിർത്ത സബ്ജ സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂണാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിരുന്നതാണ്, അതിൽ നിന്നാണ് 2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ജെല്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളിത് കുടിക്കുമ്പോൾ നമ്മൾ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും. തണുത്ത നല്ല ജ്യൂസ് ഇങ്ങനെ തയ്യാറാക്കി കുടിക്കുമ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, വളരെ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഈ ജെല്ലിയുടെ ഒരു പാക്കറ്റിനും കസ്റ്റർഡിൻ്റെ പാക്കറ്റിനൊന്നും വലിയ വിലയൊന്നുമില്ല. അതുപോലെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആ കസ്റ്റർഡ് പൗഡർ കൊണ്ട് കുറേ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു പാക്കറ്റ് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്നാൽ മതി. വളരെ കളർഫുള്ളായിട്ടുള്ള നമ്മൾ ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പം വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി, ഒരു 2 മാസത്തിൽ കൂടുതലായി. ഞാൻ നാട്ടിലൊക്കെ പോയി വളരെ തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനി വീഡിയോ ഞാൻ ഒത്തിരി നാൾ ഇടാതിരുന്നതുകൊണ്ട് ആരും കാണാതെയും പോകരുത്. പ്ലീസ് എല്ലാവരും ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഐസ് ക്യൂബ്സും ആ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട്. 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വന്ന കുറച്ച് ജെല്ലിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലാസ്സിന് അടിയിൽ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബദാമിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ആവശ്യം ഇല്ല, ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്ഷീണമെല്ലാം മാറുന്ന ഒരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി കുടിച്ച് നോക്കൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു ഡിഷായിട്ട് വീണ്ടും കാണാം.